നമസ്തേ, രാധേ കൃഷ്ണ. ഇന്ന് നമ്മൾക്ക് ഓം പൂർണ്ണമദഃ എന്ന് തുടങ്ങുന്ന ശാന്തി മന്ത്രത്തിൻ്റെ അർത്ഥം പഠിക്കാം കേട്ടോ. ആദ്യം ഞാൻ ആ ശാന്തി മന്ത്രം എങ്ങനെയാണെന്ന് ചൊല്ലാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഇനി നമ്മൾക്ക് ഓരോ വാക്കിൻ്റെ അർത്ഥങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൽ വരുന്ന ആദ്യത്തെ വാക്ക് പൂർണ്ണം എന്നാണ്. പൂർണ്ണം എന്ന് വെച്ചാൽ പൂർണ്ണമായത്. അധഃ എന്ന് വെച്ചാൽ അത്. അത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് പരമാത്മാവിനെയാണ്. പൂർണ്ണം അധഃ, പൂർണ്ണമാണ് അത് എന്ന് വെച്ചാൽ ദൈവം. പൂർണ്ണം ഇദം, ഇദം എന്ന് വെച്ചാൽ ഇത് എന്ന് വെച്ചാൽ ആ പരമാത്മാവിൽ നിന്ന് എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടോ, എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ അതിനെ എല്ലാമാണ് ഇദം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത വാക്കാണ് പൂർണ്ണാത് പൂർണ്ണം ഉദച്യതേ. പൂർണ്ണത്തിൽ നിന്ന് വേറെ ഒരു പൂർണ്ണം ഉദിക്കുന്നു എന്ന് വെച്ചാൽ ഈ സൃഷ്ടാവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, ദൈവമാണല്ലോ പൂർണ്ണമായിട്ടുള്ളത്, ആ പൂർണ്ണമായതിൽ നിന്ന് വേറെ ഒരു പൂർണ്ണമായത് സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ പൂർണ്ണസ്യ പൂർണ്ണമാദായ. ഈ പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണം ആദായ, പൂർണ്ണതയിൽ നിന്ന് പൂർണ്ണം എടുത്താലും പൂർണ്ണമേവശിഷ്യതേ എന്ന് വെച്ചാൽ പൂർണ്ണം തന്നെയാണ് അവശേഷിക്കുന്നത്. ഇനി നമ്മൾക്ക് മുഴുവൻ മന്ത്രത്തിൻ്റെയും അർത്ഥം എങ്ങനെ നോക്കാം. ദൈവം എന്ന് പറയുന്നത്, പരമാത്മാവ് എന്ന് പറയുന്നത് പൂർണ്ണമാണ്. ആ പരമാത്മാവിൽ നിന്ന് ഉണ്ടാവുന്ന നമ്മൾ എല്ലാവരും പൂർണ്ണമാണ്. നമ്മൾക്ക് അതേപോലെ ദൈവത്തിൻ്റെ പോലത്തെ അതേ കഴിവുകൾ നമ്മൾക്കുമുണ്ട്. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കുന്നില്ല, അത് നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾക്ക് തോന്നുന്നത് നമ്മളിൽ എന്തൊക്കെയോ കുറവുകൾ ഉണ്ട് എന്നുള്ളത്. പക്ഷെ ശരിക്കും നമ്മൾ പൂർണ്ണമാണ്. അത് നമ്മൾക്ക് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. ഈ പൂർണ്ണതയിൽ നിന്ന്, ഈ പരമാത്മാവിൽ നിന്ന് വേറെ ഒരു പൂർണ്ണത, ഒരു പൂർണ്ണമായത് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് വെച്ചാൽ നമ്മളെ ദൈവം പരമാത്മാവ് സൃഷ്ടിച്ചു, നമ്മളും പൂർണ്ണമാണ്. ഈ പരമാത്മാവിൽ നിന്ന് ഇത്രയും പൂർണ്ണമായിട്ട് എന്തെല്ലാം പരമാത്മാവ് സൃഷ്ടിച്ചിട്ടുണ്ടോ അത് എല്ലാം ഈ പരമാത്മാവിൽ നിന്ന് എടുത്തു മാറ്റിയാൽ പോലും ആ പരമാത്മാവ് പൂർണ്ണനായിട്ട് തന്നെ ഇരിക്കുന്നു. ഒരു കുറവും ആ പരമാത്മാവിന് ഉണ്ടാവുന്നില്ല എന്നാണ്. ഇത് ലളിതമായിട്ട് നമ്മളുടെ കണക്കുകൾ അനുസരിച്ച്, നമ്മൾ കണക്ക് പഠിക്കുന്നതനുസരിച്ച് ഒരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ, അനന്തം, അനന്തം ഇൻഫിനിറ്റ്, അതിൽ നിന്ന് എന്തെങ്കിലും ഒരു സംഖ്യ കുറയ്ക്കുകയാണെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഇൻഫിനിറ്റ് തന്നെയായിരിക്കും, അനന്തം തന്നെയായിരിക്കും നമ്മൾക്ക് കിട്ടുക. അല്ലാണ്ട് അതിൽ നിന്നൊരു മാറ്റവും ഉണ്ടാവില്ല. അതേപോലെ തന്നെയാണ് നമ്മുടെ പരമാത്മാവും അനന്തനാണ്. മഹാവിഷ്ണുവിന് പറയാറില്ലേ അനന്തനാണെന്ന്? അതേപോലെ തന്നെ ആ പരമാത്മാവിൽ നിന്ന് എന്തൊക്കെ സൃഷ്ടിക്കപ്പെട്ടാലും ആ പരമാത്മാവിൻ്റെ അനന്തതയ്ക്ക് ഒരു കുറവും വരുന്നില്ല. പരമാത്മാവ് പൂർണ്ണമായിട്ട് തന്നെ ഇരിക്കുന്നു. പിന്നെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ദീപത്തിൽ നിന്ന് നമ്മൾക്ക് എത്ര ദീപങ്ങൾ വേണമെങ്കിലും കത്തിക്കാം. അങ്ങനെ നമ്മൾ വേറൊരു ദീപം കത്തിച്ചു എന്ന് വിചാരിച്ചിട്ട് ആദ്യത്തെ ദീപത്തിലെ വെളിച്ചത്തിന് എന്തെങ്കിലും കുറവ് ഉണ്ടാവുന്നുണ്ടോ? ഇല്ല, അത് അതേപോലെ തന്നെ ഇരിക്കും. ഒരു ദീപത്തിൽ നിന്ന് നമുക്ക് എത്ര ദീപം വേണമെങ്കിലും കത്തിക്കാം, പക്ഷേ ആ ആദ്യത്തെ ദീപത്തിന് ഒരു കുറവും വരുന്നില്ല. അതേപോലെ തന്നെയാണ്. പിന്നെ വേറൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളുടെ വിദ്യ എത്ര ആൾക്കാർക്ക് പകർന്നു നൽകിയാലും അതിന് ഒരു കുറവും വരില്ല. നമ്മൾക്ക് വിദ്യ പകർന്നതനുസരിച്ച് നമ്മൾക്കും വിദ്യ കൂടും എന്നല്ലാണ്ട് ഒരിക്കലും ഒരു കുറവും അവിടെ സംഭവിക്കുന്നില്ല. സമുദ്രത്തിൽ നിന്ന് ഒരു പാത്രം വെള്ളം നമ്മൾ എടുത്തെന്ന് വിചാരിച്ചിട്ട് സമുദ്രത്തിലെ വെള്ളത്തിന് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ?
സൂര്യരശ്മികൾ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് സൂര്യന്റെ രശ്മിക്ക് എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ? അതുപോലെ തന്നെയാണ് ഇതും. ദൈവം എന്ന് പറയുന്നത് പൂർണ്ണമാണ്. ദൈവം സൃഷ്ടിച്ച ലോകവും പൂർണ്ണമാണ്. ആ പൂർണ്ണതയിൽ നിന്ന്, എന്ന് വെച്ചാൽ ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ഈ പൂർണ്ണമായത്, ദൈവം സൃഷ്ടിച്ചതെല്ലാതും എടുത്തു മാറ്റിയാൽ പോലും, അങ്ങനെ ദൈവത്തിന് ഈ സൃഷ്ടിച്ചു എന്ന് വിചാരിച്ചിട്ട് ദൈവത്തിൻ്റെ പൂർണ്ണതയ്ക്ക് ഒരു കുറവും വരുന്നില്ല. അവിടെ പൂർണ്ണം മാത്രമാണ് ശേഷിക്കുന്നത് എന്നാണ് ഈ ശാന്തി മന്ത്രത്തിൻ്റെ അർത്ഥം. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ഇനി അടുത്ത പ്രാവശ്യം കാണുന്നവരെ രാധേ കൃഷ്ണ.